ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് സെൽഫ് ലവ് ആണ്. ലവ് യുവർ സെൽഫ് ആൻഡ് ചേഞ്ച് യുവർ സെൽഫ് സോ ദാറ്റ് യു ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ വേൾഡ്. നമ്മൾ നമ്മുടെ സെൽഫിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരും, ഇതാണ് എൻ്റെ ടോപ്പിക്ക്. എന്തുകൊണ്ട് സെൽഫിന് ഇത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ലവിങ് അവർ സെൽഫ് എന്ന് പറയുന്നത് ഈസ് എ മിറാക്കിൾ ക്യൂർ ഇൻ അവർ ലൈഫ്. അതായത് നമ്മൾ നമ്മുടെ കപ്പ് എം ടി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു കെയറും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കപ്പ് നമ്മളെപ്പോഴും ഫുള്ളാക്കി വെച്ചാലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പോർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കെയർ ചെയ്തിട്ട് ഒരു കാര്യം നമുക്കില്ല. അറ്റ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫ്രസ്ട്രേഷൻസൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ ആ ഫ്രസ്ട്രേഷൻസ് നമ്മൾ കിഡ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസിലുള്ള മറ്റുള്ളവരോട്, പാർട്ട്ണറാവട്ടെ പാരൻസ് ആവട്ടെ അവരോടൊക്കെ ഫ്രസ്ട്രേഷൻസ് നമ്മളെടുക്കും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. മറ്റുള്ളവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്ന ഫ്രസ്ട്രേഷൻസിന് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് അത് നമ്മൾക്ക് വേണ്ടി മെയിൻ ടൈം എടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു ഡേയിൽ നമുക്കൊരു മെയിൻ ടൈം എപ്പോഴും എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് ഹാപ്പിനെസ് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പിയായി ഇരുത്താൻ പറ്റും, മറ്റുള്ളവരെയും ഹാപ്പിയാക്കാൻ പറ്റുള്ളൂ. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ സെൽഫ് ലവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലിവിങ് ഇൻ ദ മൊമെൻ്റ് ഒരു മെത്തേഡാണ്. ഇപ്പം നമുക്ക് എന്തുണ്ടോ ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ പീസ്ഫുള്ളായിട്ട് ലീവ് ചെയ്യാം. നമ്മൾ ഇപ്പോഴുള്ള നമുക്കുള്ള എല്ലാത്തിലും വെച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റോട് കൂടി ആ മൊമെൻ്റ് നമ്മൾ ലീവ് ചെയ്യാം. അത് ലിവിങ് ഇൻ ദ മൊമെൻ്റ് അറിയാമല്ലോ, എല്ലാവരും പറയണതാണ് ലിവിങ് ഇൻ ദ മൊമെൻ്റ് എന്താണ്. അതായത് പീസ്ഫുള്ളായിട്ട് ലീവ് ചെയ്യാം. ഉള്ളത് വെച്ചിട്ട് ഉള്ളത് തന്നെ കൊണ്ട് നമ്മൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റോട് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ആ മൊമെൻ്റ് നമ്മൾ ജീവിച്ചു എന്ന് പറയാം. അത് ഒരു സെൽഫ് ലവിന് നമ്മളെ സെൽഫിനെയും കൂടി ഹേർട്ട് ചെയ്യാതെ, നമ്മുടെ സോളിനെയും നമ്മുടെ ബോഡീനെയും ഒന്നും ഹേർട്ട് ചെയ്യാതെ മറ്റുള്ളവരെയും നോക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിഗ്രറ്റും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ഗ്രഡ്ജസ് മറ്റുള്ളവരോട് വെക്കാതിരിക്കുക, ഫോർഗീവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോർഗീവ്നെസ് നമ്മളോട് ചെയ്യുന്ന, നമ്മുടെ സെൽഫിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫേവറും കൂടിയാണ്. അപ്പോൾ അതൊരു മെത്തേഡാണ് നമ്മൾ സെൽഫ് ലവിന് വേണ്ടിയിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കമ്പാരിസൺ നടത്താതിരിക്കുക. ഇപ്പോൾ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മറ്റുള്ളവരെക്കാളും എത്രയോ താഴ്ന്നതാണല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചധികം ബ്യൂട്ടിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എത്ര നിറയില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണത്ര അവരത്ര വലുതല്ല, മൂക്കത്ര ഭംഗിയില്ല, അങ്ങനെ എന്നൊക്കെ ഒരു കമ്പാരിസൺ പരസ്പരം നമ്മൾ തന്നെ മറ്റുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് നമ്മളെ നമ്മളൊരിക്കലും നമ്മൾ കുറച്ച് കാണരുത്. നമ്മളെപ്പോഴും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്ത് കാണാം. നമ്മളെപ്പോഴും നമ്മൾ തന്നെ പൊക്കി വെക്കുക. നമ്മൾ മിററിൽ പോയി നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയുക. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഇമേജസ് നമ്മുടെ സെൽഫിന് കൊടുക്കുക. നമ്മളെ തന്നെ കുറിച്ച് പോസിറ്റീവ് പറയുമ്പോഴാണ് നമ്മുടെ സെൽഫിന് ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. നമ്മുടെ ബ്രെയിനിൽ സ്റ്റക്ക് ആകുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് അത് ഏറ്റെടുക്കുള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് അത് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സെൽഫിന് ഹാപ്പിയാവും, നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കണം, അവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഒരു നോ പറയാനൊക്കെ നമുക്കൊരു മറ്റുള്ളവരോട് നോ പറയാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത ക്രെഡിറ്റൊന്നും ആർക്കും നമ്മൾ പലരും ഉണ്ടല്ലേ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പോകും. അയ്യോ നീ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ചെയ്തതല്ല നീ എടുത്തു, ഞാനല്ലല്ലോ ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് തന്നെയാണ്. വാട്ട് വി ഏൺ വി ഷുഡ് ഗെറ്റ് ദാറ്റ് ക്രെഡിറ്റ്, അങ്ങനെയല്ലേ. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് എടുക്കണമെന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് നമ്മളുടെ പൊങ്ങച്ചൊന്നും അല്ല കേട്ടോ. അത് നമ്മൾ ഏൺ ചെയ്ത് ആ ക്രെഡിറ്റ് നമുക്കുള്ളത് തന്നെയാണ്. അത് നമ്മുടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നോ പറയാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഈ സെൽഫ് ലവ് സെൽഫ് കെയർ ഉണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. ഒരു സെൽഫ് ലവ് ചെയ്യുന്ന പേഴ്സണിന് അയാളെ സ്നേഹിക്കാനും പറ്റും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. സെൽഫിഷ്നെസ് ഉള്ള ഒരാൾക്ക് അയാൾ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അവരൊരിക്കലും വാലിഡേഷൻ സീക്ക് ചെയ്യാൻ പോവില്ല. അതായത് ഞാൻ ചെയ്ത് നന്നായിരുന്നോ,
ഞാൻ ചെയ്തത് ചീത്തയായിരുന്നൊന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് വാലിഡേഷൻസ് ഒന്നും പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് പോവില്ല. പിന്നെ ഇനി എങ്ങനെ ഇതൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും? ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. നമുക്കൊരു ദിവസം നമ്മൾ ടൈം നമുക്ക് എടുക്കുക. പിന്നെ മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് നമ്മളോട് തന്നെ ഒരു നല്ല ഗുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. മിററിൻ്റെ മുന്നിൽ പോയി നമ്മളോട് തന്നെ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഈ സെൽഫ് ലവൊക്കെ കിട്ടും. പിന്നെ നമ്മളെ തന്നെ ബെസ്റ്റ് എന്ന് എപ്പോഴും നമ്മളോട് പറയുക. നമ്മളെങ്കിലും നമ്മളെ സ്നേഹിച്ചാൽ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുമല്ലോ, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ദ ക്രിയേറ്റീവ് യൂണിവേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ പളച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് ലവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ആദ്യം നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുള്ളൂ. നമ്മളൊരിക്കലും സെൽഫ് ഡൗട്ട് അടിച്ചാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് നമ്മളൊരിക്കലും താഴ്ത്തരുത്. അത് ലോ സെൽഫ് എസ്റ്റീം, അതായത് തീരെ ആത്മാഭിമാനം ഇല്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയണത് സെൽഫ് ലവും സെൽഫ് കെയറുമാണ്. അപ്പോൾ നമ്മൾ സെൽഫ് ലവ് ചെയ്ത് നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മൾ ഈ ഹോൾ യൂണിവേഴ്സ് നമുക്ക് കൂടെ നിൽക്കും. നമുക്കൊരുപാട് മിറാക്കിൾസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് നമ്മുടെ ഡ്രീംസൊക്കെ റിയാലിറ്റി ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫോർഗീവ്നെസ് ഒക്കെ ചെയ്യുന്നത് നമ്മളെ സെൽഫിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഫേവറാണ്. അപ്പോൾ നമുക്കൊരുപാട് നമ്മുടെ ഡ്രീംസ് റിയാലിറ്റി ആയി കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റോട് കൂടി ജീവിക്കാൻ തുടങ്ങും. നോ കംപ്ലെയിൻറ്റ്സ്, നോ ബ്ലെയിമിങ്സ്. അങ്ങനെ ലൈഫ് ഉണ്ടായാൽ തന്നെ നമുക്ക് പീസായിരിക്കും. And that's it. If you like this video, please share and subscribe. Thank you everyone.